മാലിന്യക്കൂമ്പാരത്തിന് നടുവിൽ ദുരിത ജീവിതം നയിച്ച് തിരുവനന്തപുരം ചാലക്കടുത്തുള്ള സഭാവതി സ്ട്രീറ്റിലെ കുടുംബങ്ങൾ. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിലാണ് രാത്രിയുടെ മറവിൽ ചിലർ മാലിന്യം തള്ളുന്നത്. അപകട ഭീഷണി ഉയർത്തി നിലം പൊത്താറായ ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നഗരസഭാധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഴിഞ്ഞ 3 വർഷമായി ഇവരുടെ ഗതി ഇതാണ്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ. പകർച്ചവ്യാധി ഭീഷണിയും തെരുവുനായ ശല്യവും ദുരിതം ഇരട്ടിയാക്കുന്നു. നമുക്ക് വഴി നടക്കാനും പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സ്വന്തം വീട്ടുകാരാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് വാങ്ങിച്ച ആൾക്കാരാണ്. കൊച്ചു കുട്ടികളും ഇത്രയും എല്ലാം വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പല അസുഖങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലും നിറച്ച് കൊതു. 3 കൊല്ലം മുമ്പ് വരെ സഭാവതി സ്ട്രീറ്റിൽ നിന്നും പുറത്തേക്കുള്ള വഴിയായിരുന്നു ഇത്. ഈ വഴിയുടെ ഇന്നത്തെ അവസ്ഥ കൂടി കാണുക. മുപ്പത് കൊല്ലം മുമ്പ് പൂട്ടിയ കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങിയതോടെയാണ് ഈ വഴി അടച്ചത്. ഇതിൻ്റെ ഒരു കട്ട വീണ ഞങ്ങളെ വീടിൻ്റെ പകുതിയും പോയി. അപ്പോൾ രാത്രി എല്ലാവരും വയസ്സായ ആൾക്കാരാണ്, 60 വയസ്സായ ആൾക്കാരൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യും? അറവ് മാലിന്യങ്ങളടക്കം തള്ളാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പിരിവിട്ട് CCTV സ്ഥാപിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. ഏത് നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടം എപ്പോഴാണ് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുക എന്ന ഭയത്തിലാണ് ഇവർ കഴിയുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.